ചെണ്ട മത്സരവുമായി ബന്ധപ്പെട്ടാണ്. ഹൈസ്കൂൾ വിഭാഗം ചെണ്ട തായമ്പകയിൽ അമ്മാവന്റെ ശിക്ഷണത്തിലെത്തി എ ഗ്രേഡ് നേടിയ തിരുവല്ല DBHSSലെ ശ്രീഹരിയുടെ ടീമിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. MK വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കലോത്സവത്തിലെ തായമ്പക ഇനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തായമ്പക ഇനത്തിൽ ഇന്നലെ എ ഗ്രേഡ് നേടിയ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരു ടീം നമുക്കൊപ്പം ഉണ്ട്. തിരുവല്ല ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ നിന്നാണ് കുട്ടികൾ വന്നിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ആ മേളത്തിലേക്ക് പോകാം. തിരുവല്ല ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ നിന്നല്ലേ വരുന്നത്? എന്താ പേരെന്താ? ശ്രീഹരി VS. ആരാണ് നിങ്ങളെ ഈ തായമ്പക അഭ്യസിപ്പിച്ചത്? കലാമണ്ഡലം മുരുകദാസ്. കലാമണ്ഡലം മുരുകദാസ് എന്ന് പറയുന്നത് ശ്രീഹരിയുടെ അമ്മാവനാണ്. ശ്രീഹരിയുടെ അമ്മാവനാണ് ഗുരുനാഥൻ. എന്തായാലും അവർക്ക് തായമ്പകയിൽ എ ഗ്രേഡ് കിട്ടി. അവരുടെ കലാപ്രകടനത്തിലേക്ക് പോകാം. മനോഹരമായ ഒരു തിരുവാതിര രാവിലേക്ക് പോകാം. പാലക്കാട് ശ്രീകൃഷ്ണപുരം HSSലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച തിരുവാതിര, ആ ഇനം നമുക്ക് ഒന്ന് കണ്ടുവരാം. ഹലോ 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 സൂര്യവംശജാതനായ ജാനകി നേർപതിയായ രാമചന്ദ്ര രാഘവായ ഭവതു മേ മംഗളം. നേരറിവിൻ വേരറിയ നേരറിവിൻ വേരറിയ നേരറിവിൻ വേരറിയ വിധിലലഞ്ഞിടെ നേർന്നിടുന്നു മംഗളം. രാമചന്ദ്ര
ചന്ദ്രമംഗളം രാഘവായ മംഗളം സാകേതരാമമംഗളം ലോകാഭിരാമ മംഗളം രഘുരാമ ജയ രാമ രഘുരാമ ജയ രാമ ശ്രീരാമ രാമ. ഇങ്ങനെ മനോഹരമായ ഒരു തിരുവാതിരയാണ് കണ്ടത്. ഇനി നമുക്ക് അക്ഷരശ്ലോകത്തിലേക്ക് വരാം. സംസ്കൃതം അക്ഷരശ്ലോകം. വിഷ്ണുദത്തൻ ആണ് അക്ഷരശ്ലോകം അവതരിപ്പിക്കുക. വിഷ്ണുദത്തൻ ഏത് സ്കൂളിൽ നിന്നാണ്, ഏത് ജില്ലയാണ്? CNN ചേർപ്പ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നാണ്. പേര് വിഷ്ണുദത്തൻ. വിഷ്ണുദത്തൻ. അക്ഷരശ്ലോകം പാടിക്കോളൂ. മൈക്ക് ചേർത്ത്. കേളീലോലമുദാരനാദ മുരളീ നാളീനിലീനാധരം ധൂളീ ധൂമളകാന്ത കുന്തള ഭരവ്യാസംഗി പിഞ്ചാജലം നാളീകായതലോചനം നവഘനശ്യാമം ക്വണത്കിങ്കിണീ പാളീദന്തുരപിംഗളാംബരധരം ഗോപാലബാലം ഭജേ. മനോഹരമായി അക്ഷരശ്ലോകം അവതരിപ്പിച്ചിരിക്കുന്നു. സംസ്കൃതം അക്ഷരശ്ലോകമാണ് കഴിഞ്ഞത്. മലയാളം അക്ഷരശ്ലോക മത്സരം നാളെയാണ് നടക്കുക. അതിലുണ്ടോ? അതിൽ മത്സരിക്കുന്നുണ്ടോ? ശരി. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഇനി നമുക്ക് വട്ടപ്പാട്ട് ഇനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വട്ടപ്പാട്ടിന് തയ്യാറായിട്ടുള്ള ടീമുകളൊന്ന് വരിക. അപ്പോൾ നമുക്ക് ആ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ഏത് സ്കൂളാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ഒന്ന് പറയുമോ? ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. വെട്ടിക്കവല ഗവൺമെൻറ് മോഡൽ HSS സ്കൂളിൽ നിന്നാണ് വരുന്നത്. കൊട്ടാരക്കര. വെട്ടിക്കവല എന്നുള്ള നാട് നമ്മൾ പെട്ടെന്ന് അറിയപ്പെടുന്നത് നാദസ്വരത്തിൻ്റെ വെട്ടിക്കവല ശശികുമാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ നാട് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. എന്തായാലും വട്ടപ്പാട്ട് മനോഹരമായ ഒരു കലാരൂപം. അത് കലോത്സവങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഇനമാണ്. നമുക്ക് ആ വട്ടപ്പാട്ട് ഒന്ന് കണ്ടിട്ട് അടുത്ത ഇനത്തിലേക്ക് വരാം. ദുൽദുലേറി വന്താലിയാരെ പാർത്ത് നബി അഴകാലി എന്നെ പാകാനകതോരെ കോർത്തുവരി അഴകിൻ പാഴ്നില അഴകിൻ പാഴ്നിലാനെ വാകി തിന്നില മണിമക്കലെങ്കി നിറവിളക്കുകൾ ചേർത്തതായി തിരുസത്തായി കസ്തൂരി പൂമണം സ്വർഗത്തോപ്പിലാകിരും മനതിൽ മധുയേറും മധുകരമാം കതിര അതപിഴൽ അഭിനൊരனை വാകാൻ മുൻതിടും അതപിഴൽ അഭിനൊരனை വാകാൻ മുൻതിടും ഹർഷൽ ബഹുമതി ഗവാലിയും മികവാ അരുളി സഭയിൽ അജബില്ലഴകിൽ വിരിയും. അപ്പോ മനോഹരമായ വട്ടപ്പാട്ടാണ് കണ്ടത്. സമയത്തിൻ്റെതായ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത ഇനത്തിലേക്ക് പോകണം. വളരെ ഗംഭീരമായി വെട്ടിക്കവലയിൽ നിന്നുള്ള കുട്ടികൾ മനോഹരമായി വട്ടപ്പാട്ട് അവതരിപ്പിച്ചു. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് ഒരു നാടൻ പാട്ട് കൂടി കാണേണ്ടതുണ്ട്. അത് അങ്ങ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കൊച്ചു കലാകാരികൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വരിക. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കലാകാരികൾ
നാടൻപാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അവർ എല്ലാവിധ തയ്യാറെടുപ്പോടും നാടൻപാട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. ഏത് സ്കൂളാണോ പരിചയപ്പെടുത്താമോ? ചട്ടഞ്ചാല് കാസർഗോഡ്. നിങ്ങൾ എത്ര വർഷമായി കലോത്സവത്തിന് വരുന്നു? ഇത് തുടർച്ചയായിട്ട് 4ാമത്തെ പ്രാവശ്യം. തുടർച്ചയായി 4ാമത്തെ വർഷമാണ് വരുന്നത്. റിസൾട്ട് അറിഞ്ഞോ? റിസൾട്ട് അറിഞ്ഞിരിക്കുന്നു. എ ഗ്രേഡ് നേടിയ നാടൻ പാട്ടാണ്. മനോഹരമായി ഒരേ തരത്തിൽ വസ്ത്രം അണിഞ്ഞ് മനോഹരമായി നാടൻ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എ ഗ്രേഡ് കിട്ടിയത്. നമുക്കെന്തായാലും ആ കലാപ്രകടനം ഒന്ന് കാണാം. ചോരക്കാലത്തിലെ ചോരുവ ചുണ്ണുന്ന കോലപ്പേരു വണ്ണാൻ പ്രൗന്നിമാരാ നലവിട്ടു കുണ്ടി വരും ചില അമരവാസികൾ പ്രൗന്നിമാരാ ആയി വരപ്രാഗി പോകുന്ന നേരത്ത് മൊരട്ടെ പൊരിയണം ശത്രുക്കളെല്ലാം വരപ്രാഗി പോകുന്ന നേരത്ത് മൊരട്ടെ പൊരിയണം ശത്രുക്കളെല്ലാം എന്നു ചൊല്ലിയോ പോകുന്ന നേരത്ത് നാവേ കൊഴിഞ്ഞു പോകാം. ഒന്നാം ഖണ്ഡത്തിൽ നിന്ന കണ്ണേറെ രണ്ടാം ഖണ്ഡത്തിൽ ഒരക്കഴിക മൂന്നാം ഖണ്ഡത്തിൽ നിന്ന കണ്ണേറെ നാലാം ഖണ്ഡത്തിൽ ഒരക്കഴിക അഞ്ചാം ഖണ്ഡത്തിൽ നിന്ന കണ്ണേറെ ആറാം ഖണ്ഡത്തിൽ ഒരക്കഴി